Hey guys, welcome back to our YouTube channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേഴ്സണൽ 2.5 ജെൽ എന്ന ജെല്ലിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പേഴ്സണൽ AC 2.5 ജെൽ എന്ന് പറയുന്നത് ബെൻസോയിൽ പെറോക്സൈഡ് ജെൽ IP 2.5% ആണ്. അതായത് നമ്മൾ AC ജെല്ല് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആക്നി മാർക്കും റിമൂവ് ചെയ്യാനാണ്. സിവിയർ ആയിട്ടുള്ള ആക്നീസൊക്കെ റിമൂവ് ചെയ്യാൻ കരുതി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഈ പേഴ്സണൽ AC 2.5 എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബെൻസോയിക് പെറോക്സൈഡ് ആണ് അതിൻ്റെ മെയിൻ കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് 30 ഗ്രാം പ്രോഡക്റ്റ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പിന്നെ ഇത് മൈക്രോസ്പിയർ ടെക്നോളജി ബേസ്ഡും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ആക്നി മേർട്സിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഇത് മാത്രമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യില്ല. ഇതിൻ്റെ കൂടെ അവർ ആക്നി റിമൂവ് ചെയ്യുന്നതിന് ക്ലിൻസോളോ അല്ലെങ്കിൽ അതേ ടൈപ്പുള്ള ഏതെങ്കിലും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് പകൽ യൂസ് ചെയ്യാൻ കരുതി പ്രത്യേകം വേറൊരു ജെല്ലും കൂടെ അവർ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാനുള്ള ഒരു ജെല്ലാണ്. ഇത് ജെല്ലാണെന്ന് പറയുമെങ്കിലും ഇതിന് അധികം ജെൽ കൺസിസ്റ്റൻസി അല്ല ഉള്ളത്. അതുപോലെ അല്ല, ജെല്ല് പോലെ അല്ല, എന്നാൽ ജെല്ലാണ്. പിന്നെ നമ്മളിത് ഓയിലി സ്കിന്നിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഓയിലി സ്കിന്നിന് ആക്നി ഇഷ്യൂസ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ ആക്നി റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ എങ്ങനത്തെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മരുന്ന് യൂസ് ചെയ്താലേ അത് മാറത്തുള്ളൂ. ഈ ബെൻസോയിൽ പെറോക്സൈഡ് ക്രീമിൻ്റെ ഈ ഒരു ജെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ആ സമയത്ത് കുഴപ്പമൊന്നും കാണില്ല. നമ്മൾ സാധാരണ ആക്നി ജെല്ല് യൂസ് ചെയ്യും പോലെ ആയിരിക്കും. എന്നാൽ നമ്മളിത് രാത്രി ഇടുന്നതിന് വേണ്ടിയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഡോക്ടേഴ്സ് രാത്രി ഇടുന്നതിനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ഏത് ആക്നി റിമൂവിനുള്ള ക്രീംസ് യൂസ് ചെയ്താലും അത് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് ടൈമിൽ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫേസിൽ നിന്ന് വാഷ് ചെയ്ത് കളയില്ലല്ലോ. മോർണിംഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് എക്സസീവായിട്ടുള്ള ഓയിൽ നമ്മുടെ ഫേസിൽ വരികയും പുതിയ ആക്നീസ് വരികയും ചെയ്യുന്നുണ്ട്. ഓയിലി സ്കിന്നിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഓയിലി സ്കിന്ന് എനിക്ക് ബേസിക്കലി ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണത്. മോർണിംഗിൽ നമ്മുടെ ഫേസിൽ ഒരുപാട് എക്സസീവ് ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആക്നീസ് കൂടെയുള്ളൂ. അപ്പോൾ ഞാനിത് പ്രിഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് യൂസ് ചെയ്യാം, ഇത് റിസൾട്ട് ഉണ്ട്. ബട്ട് രാവിലെ ആകുമ്പോൾ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് യൂസ് ചെയ്ത് നമ്മളൊരു 7-8 മണിക്ക് യൂസ് ചെയ്തതിന് ശേഷം 2-3 മണിക്കൂർ ഫേസിൽ വെച്ച് ഉറങ്ങാൻ സമയമാകുമ്പോൾ ഇത് വാഷ് ചെയ്ത് കളയുക. അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും ഓയിലി സ്കിന്നുകാർക്ക് നല്ലത്. അതർവൈസ് ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു ക്രീമാണ്. പിന്നെ ഇത് ഗേൾസിനും ബോയ്സിനൊക്കെ യൂസ് ചെയ്യാം. നൈറ്റ് ടൈമിലാണ് യൂസ് ചെയ്യേണ്ടത്. യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നല്ല വൃത്തിയായി നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്യുന്നിടത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ